Guys, it's almost 2 a.m. I just finished a drama. ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോയിൽ ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കമൻറ്റ് യുവർ ഫേവറേറ്റ് കെ ഡ്രാമ എന്ന് പറഞ്ഞാൽ. അപ്പം അതിലൊക്കെ കുറച്ച് പേര് സെക്ഷൻ ഇ എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രാമേൻ്റെ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പേര് വരുന്നത് ആങ് മൂത്തിയാങ് സെക്ഷൻ ഇ അങ്ങനെ എന്തോ ആണെന്നാണ്. പക്ഷെ എൻ്റെ കമൻസിൽ ഞാൻ കണ്ടത് സെക്ഷൻ ഇ എന്ന് മാത്രമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഡ്രാമ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന്. ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഒരു ഫിലിപ്പൈൻ ഡ്രാമ കാണുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇല്ലെന്നല്ല. പക്ഷേ ഈ ഒരു ഡ്രാമ കാണുമ്പോഴേക്ക് എനിക്ക് നമ്മുടെ ട്രൂ ബ്യൂട്ടി തന്നെയാണ്, ഇങ്ങനെ കൊറിയൻ ഡ്രാമയായ ട്രൂ ബ്യൂട്ടി, ആ ഒരു സ്റ്റോറി എൻ്റെ ഇങ്ങനെ മൈൻഡിൽ വരുന്നത്. ഇപ്പം എൻ്റെ ഫേവറേറ്റ് കെ ഡ്രാമയിൽ ഒന്നായത് കൊണ്ടായിരിക്കാം എന്തോ എനിക്ക് ഏകദേശം സിമിലർ ആയിട്ടാണ് തോന്നിയത്. യൂറിനെ കാണുമ്പോഴേക്ക് എനിക്ക് ആദ്യം മുതൽക്ക് തന്നെ എന്താണെന്നറിയില്ല, ട്രൂ ബ്യൂട്ടിയിലെ സെക്കൻഡ് ലീഡിനെയാണ് അതിന് ഓർമ്മ വരുന്നത്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. ഇതിൻ്റെ സീസൺ 1 കൂടിയിട്ട് 16 എപ്പിസോഡ്സേ ഉള്ളൂ. പക്ഷെ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കെ ഡ്രാമ ഗേളായ എനിക്ക് ഒരു ആദ്യത്തെ സീസൺ തന്നെ ഒരു 16 എപ്പിസോഡ് എന്ന് പറഞ്ഞത് ഇത്രയാണ്. കാരണം അധികം കൊറിയൻ ഡ്രാമാസ് അധികവും 16 എപ്പിസോഡിൽ തന്നെ കഴിയുന്നതാണ്. ഇത് ഫസ്റ്റ് ഞാൻ വിചാരിച്ചു 16 ആവുമ്പോൾക്ക് ഇതിൻ്റെ ഒരു എൻഡിങ് ഉണ്ടാവുന്നു. പക്ഷെ എന്താ പകുതിക്കുന്ന് വെട്ടിയ പോലെയായി ഇതിൻ്റെ ഒരു എൻഡിങ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതൊന്നും നടന്നിട്ടില്ല. വെറും 2 ദിവസം കൊണ്ടാട്ടോ ഞാൻ ഈ 16 എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്തത്. ഒരു എപ്പിസോഡ് തന്നെ ഏകദേശം 1 മണിക്കൂർ അടുപ്പിച്ചിട്ടുണ്ട്. അയ്യോ, ആ 16 എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്തിട്ടാകുമ്പോൾ എനിക്കൊരു സമാധാനം. പിന്നെ സീസൺ 2 ഇനി ബാക്കി കഥ വരുന്നെന്ന് ഓർക്കുമ്പോൾക്ക് ഉള്ള സമാധാനവും പോയി. ഇനി എന്തായാലും ഞാൻ പോയിട്ട് കിടന്നുറങ്ങാണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ചേട്ടാ.